360 മെഡിക്കൽ എക്സ്പേർട്ട് കമ്മ്യൂണിറ്റി മീറ്റപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ കൗതുകം തോന്നി. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ പ്രൊഫഷണൽ മീറ്റിംഗ് പോലെയാണ്. പക്ഷേ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് അല്ലേ ഇതിന്റെ ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആവുന്നത്. അപ്പോഴാണ് ആരോഗ്യരംഗത്തെ പ്രൊഫഷണലുകൾക്ക് ഒരു അടുത്ത ഘട്ടത്തിലേക്ക് വളരാൻ സഹായിക്കുന്ന ഒരു പ്രീമിയം വേദി. നമുക്കിതിന്റെ വിശദാംശങ്ങളിലേക്കൊന്ന് കടന്നാലോ? തീർച്ചയായും. ഇതൊരു മീറ്റപ്പ് എന്നതിലുപരി ശരിക്കും ഒരു ദീർഘകാല വളർച്ചയ്ക്കുള്ള ഒരു പദ്ധതിയാണ്. വെറുതെ കുറെ വിവരങ്ങൾ കൊടുക്കുക എന്നതിനപ്പുറം ഓരോ പ്രൊഫഷണലിനെയും ഒരു ബ്രാൻഡായിട്ട് എങ്ങനെ വളർത്താം, ഒരു ബ്രാൻഡ്, അതെ, അതിനുള്ള വ്യക്തമായ സ്ട്രാറ്റജികളാണ് ഇതിന്റെ ഒരു എന്താ പറയാ കാതൽ. ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആ 9 സ്ട്രാറ്റജികളാണ്. വർഷത്തേക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിന് ഒരു വ്യക്തമായ ദിശാബോധം നൽകുന്നതിനെക്കുറിച്ചാണല്ലോ അതിൽ പറയുന്നത്. അതെ അതെ. അതുപോലെ മാഗ്നറ്റിക് വിസിബിലിറ്റി സ്ട്രാറ്റജി, അതായത് കൂടുതൽ രോഗികളിലേക്കും സമൂഹത്തിലേക്കും നിങ്ങളുടെ സേവനം എങ്ങനെ ആകർഷകമായി എത്തിക്കാമെന്നുള്ളത്. എക്സാക്ട്ലി. ഇവിടെയാണ് വിഷയം കുറച്ചുകൂടി ഗൗരവമുള്ളതാകുന്നത്. ഈ പറയുന്ന സ്ട്രാറ്റജികളൊന്നും വെറും വാക്കുകളല്ല. ഓഹോ. ഇതിന്റെ ഭാഗമായ 360 ബിസ് ഗ്രോത്ത് ക്ലബിലെ അംഗങ്ങളുടെ പ്രതിവാര വളർച്ച അത് ട്രാക്ക് ചെയ്യാൻ ഒരു സിസ്റ്റം തന്നെയുണ്ട്. ഇൻട്രസ്റ്റിംഗ്. പിന്നെ നിങ്ങൾ തന്ന രേഖകളിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഡോക്ടർ അബ്ദുൽ സലാം, എയിംസ്, നിംഹാൻസ്. അദ്ദേഹം ഈ മീറ്റപ്പ് നയിക്കുന്നവരിൽ ഒരാളാണല്ലോ. അതെ. പക്ഷേ അതേസമയം ഈ ഗ്രോത്ത് ട്രാക്കിംഗ് സിസ്റ്റത്തിൽ അദ്ദേഹം ഒരു ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്ത ആളുമാണ്. അപ്പോ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ഇതിലെ ഉപഭോക്താക്കളുമാണ് എന്നാണോ? അതുതന്നെ. അതായത് ഈ സംവിധാനത്തിന്റെ ഗുണഭോക്താക്കൾ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അത് വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണല്ലോ. അപ്പോ ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ കിട്ടുന്ന നേട്ടം വ്യക്തമാണ്. വെറുമൊരു നെറ്റ്വർക്കിംഗ് അവസരം മാത്രമല്ല ഇത്. അല്ലേയല്ല. കൃത്യമായി അളക്കാൻ പറ്റുന്ന ഒരു വളർച്ചാ പദ്ധതിയുടെ ഭാഗമാകാനുള്ള ഒരു അവസരമാണിത്. ഡോക്ടർമാര്, ആശുപത്രി ഉടമകള്, സൈക്കോളജിസ്റ്റുകൾ, സോഷ്യൽ വർക്കർമാര്, അങ്ങനെ ആരോഗ്യമേഖലയിലെ ആർക്കും ഇതിൽ വരാം. ഈ വരുന്ന ഞായറാഴ്ച മഞ്ചേരിയിലെ ടോപ്പ് 10 മീറ്റ് റൂമിലാണ് പരിപാടി. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിക്കാം. ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു നല്ല ചോദ്യമാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ നഷ്ടം ഈ ഒരു ചിട്ടയായ സംവിധാനത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടാതെ പോകുന്നതാണ്. വാട്ട് ഗെറ്റ്സ് മെഷേർഡ് ഗെറ്റ്സ് മാസ്റ്റേർഡ് എന്നൊരു പറച്ചിലുണ്ടല്ലോ. ശരിയാണ്. അളക്കാൻ പറ്റുന്നത് മെച്ചപ്പെടുത്താനും പറ്റും. അതെ. സ്വന്തം പ്രൊഫഷണൽ വളർച്ചയെ അളക്കാനും മെച്ചപ്പെടുത്താനുമുള്ള ഒരവസരമാണ് ഒരുപക്ഷേ ഇതിലൂടെ നഷ്ടമായേക്കാവുന്നത്. നിങ്ങളുടെ കരിയറിനെ ഒരു ബിസിനസ്സായി കാണാനും അതിനെ വളർത്താനുമുള്ള പ്രാക്ടിക്കൽ വഴികളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആകെത്തുക ഇതാണ്: ഈ മീറ്റപ്പ് ഒരു ഇവന്റ് മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ കരിയറിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കൃത്യമായ ടൂളുകളും ട്രാക്കിംഗ് സിസ്റ്റവുമുള്ള ഒരു ഈക്കോസിസ്റ്റമാണ്. അതെ. വ്യക്തിഗത മികവ്, സാമൂഹിക പ്രതിബദ്ധത, പിന്നെ തൊഴിൽപരമായ വളർച്ച, ഇതെല്ലാമാണ് ലക്ഷ്യങ്ങൾ. ശരിയാണ്. ഈ വിവരങ്ങളെല്ലാം നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. എന്താണത്? നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് വ്യക്തമായ